സദ്യയിലൊക്കെ കാണാറുള്ള ഒരു മധുരക്കറി ഉണ്ട്. എനിക്കങ്ങനെ എപ്പോഴും ഇത് കിട്ടാറില്ല കേട്ടോ. പക്ഷെ കിട്ടുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചു മേടിക്കും. ഇത് ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നും ഇല്ല കേട്ടോ. വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ജീരകം ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പം ചെരുകി വെച്ച തേങ്ങ ചേർക്കണം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കുക. ഇനി മിക്സിയുടെ ജാറിൽ ഞാനൊരു പകുതി പൈനാപ്പിളോളം എടുത്തിട്ടുണ്ട്. വെള്ളം പോലും ചേർക്കാതെ അടിച്ചെടുക്കുക. ഈ അടിച്ചു വെച്ച പൈനാപ്പിളും കൂടെ ചെറുതാക്കി അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴവും പൊടികളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, അതേപോലെ ഫ്ലേവറിന് കുറച്ച് നെയ്യും കൂടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റി കറി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കറി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കറി ഒന്ന് വറ്റിച്ചെടുക്കുക. നേരത്തെ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പും അതേപോലെ മധുരം ഒക്കെ കറക്റ്റ് അല്ലേ നോക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കടുക്, വറ്റൽമുളക്, കരിവേപ്പിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഞാൻ അതിന്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷണൽ ആണ്. എന്നിട്ട് അത് നേരെ നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്യുക. കറിക്ക് ഒരു ടേസ്റ്റും അതേപോലെ ലുക്കും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്തിരി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, സെർവ് ചെയ്യുക, കഴിക്കുക.